ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ശർക്കര ഫാക്ടറിയിലാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരധികം വീഡിയോ നിർത്താൻ സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ അവർ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് കരിമ്പ് കൊണ്ടുവന്നിട്ട് വെട്ടിയിട്ടിട്ട് ഈ മെഷീനിലാണ് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ജ്യൂസ് ഉണ്ടാക്കുന്ന ആ ചന്തയൊക്കെ ഇവിടെ അങ്ങനെ കൂട്ടി വയ്ക്കും. ഇപ്പുറത്ത് നമുക്ക് കുടിക്കാൻ വേണമെങ്കിൽ ഇവിടെ കരിമ്പ് ജ്യൂസ് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. അത് നല്ല ഹൈജീനിക്കും നല്ല ഇതിലാണ് കിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കുന്ന ആ ജ്യൂസ് കണ്ടില്ലേ, നേരിട്ട് ഈ ഒരു ഇതിലേക്ക് വരും. അത് ചൂടാക്കുന്ന എത്രയോ ലിറ്റർ കൂടുതൽ വലിയൊരു പാത്രമാണത്. ഇത് കണ്ടവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. കുറേ ആൾക്കാർ യൂട്യൂബിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് അങ്ങനെ ഇതിലേക്ക് വരും. ഇതിൽ വന്നിട്ട് ഇതിൽ ഈ ചണ്ടി ഉണ്ടല്ലോ, ഈ കരിമ്പിൻ്റെ ചണ്ടി, അതാണ് കേട്ടോ ഇതിൽ കത്തിക്കണം. നല്ലോണം കത്തിക്കണം. കത്തിച്ച് ഒരു രാത്രിയൊക്കെ ആവും ഇത് ഈ ശർക്കര ആയിട്ട് വരാൻ കേട്ടോ. ശർക്കര ആയി വന്നിട്ട് അതിനെ ഈ ഇതിലേക്ക് ഈ പാത്തിയിലേക്കാണ് അവരതിനെ കൊട്ടുക. അത് കൊട്ടിക്കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയിട്ട് അതിനെങ്ങനെ പൊടിയാക്കും കേട്ടോ. പൊടിയാക്കിയിട്ട് അവരതിനെ പൊടിയായിട്ടും പാക്കറ്റോടെ വിൽക്കുന്നുണ്ട്, പിന്നെ ഉണ്ട ശർക്കരയായിട്ടും വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറയൂരെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ കരിമ്പത്തോട്ടങ്ങളും പിന്നെ ചന്ദനമരങ്ങളുമാണ്. കാണാൻ ഭയങ്കര രസമാണ്. കരിമ്പായാലും ശരി, ചന്ദനമരം പിന്നെ നമുക്ക് എന്തെങ്കിലും കാണാൻ കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെയാണ് പാക്ക് ചെയ്യുന്നത്. ഇതുണ്ടോ, ആ ഉണ്ടായിട്ടുള്ള വെള്ളത്തിനെ പൊട്ടിച്ച് എന്നിട്ടൊക്കെയാണ് പാക്ക് ചെയ്യുക. അത് പാക്ക് ചെയ്ത് ഇവർ വെക്കും. അപ്പുറത്തുള്ളവർ സെയിൽസ് ചെയ്യും കേട്ടോ. പക്ഷേ വലിയ സഹകരണമൊന്നും ആരുമില്ല. നമ്മളൊരു കസ്റ്റമറാണ്, നമ്മളിത് കാണാൻ വേണ്ടി വന്നതാണ്, അന്യനാട്ടിൽ നിന്ന് വരുന്നതാണ്, അങ്ങനത്തെ ഒരു വിചാരം ആയിരിക്കില്ല. കുറേ ആൾക്കാരിനെയൊക്കെ അവർ കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നി. നമ്മളെന്തായാലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. ഇതാണ്ട പൊടിക്കുന്നത്, ഇതേപോലെ ഇരുന്ന് പൊടിക്കുകയും ചെയ്യാം, എന്നിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി കേട്ടോ. ഇവിടെ വെയിറ്റ് നോക്കിയിട്ട് കൊടുക്കുന്നത്. ഇവിടെ കട്ടായിട്ടുള്ളത് ഇവിടെ തന്നെ വെയിറ്റ് നോക്കിയിട്ട് ആ സ്ത്രീ വെക്കുന്നുണ്ട്. മറ്റൊരു പൊടിയൊക്കെ അവരവിടെ നിന്നാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കിലോ 1 കിലോ ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഞാനീ കാണിക്കുന്നത്. ഉള്ളിൽ നടക്കാൻ സമ്മതിക്കത്തുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടൊക്കെ എങ്ങനെയും ഇട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുക. അപ്പോൾ എല്ലാവരും പോയി കാണാം. അസ്സലാമു അലൈക്കും.